15ാമത്തെ സങ്കീർത്തനമാണ് ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. परमेश्वर की महिमा आज 15वां भजन संहिता आज हमने पढ़ा है. വചനത്തിൽ പറയുന്നതിന് മുമ്പാകെ നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. और वचन में जाने से पहले एक प्रार्थना करके हम आगे बढ़ेंगे. സ്വർഗീയ നല്ലൊരു പിതാവേ, നല്ലതും വിലപ്പെട്ടമായ ഒരു നല്ലൊരു സമയം സ്വർഗത്തിലെ പിതാവ് നൽകിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. അപ്പൊ അതേയും ഞങ്ങളുടെ വചനവുമായിട്ട് അപ്പൊ അതേയും ഞങ്ങളുടെ സന്നിധിയിൽ അപ്പൊ അതേയും നീക്കുവാനായിട്ട് വേണ്ടതായ പ്രാഗൽഭ്യം സ്വർഗത്തിലെ പിതാവ് അങ്ങ് നൽകണമേ. അപ്പ ഏരിയയുടെ അങ്ങയുടെ വകയാണ്. അപ്പൊ അതേയും മുമ്പിലിരിക്കുന്ന ദൈവജനവും അങ്ങയുടെയാണ്. അപ്പൊ അതേയും അങ്ങയുടെ മക്കളോട് ഏതുവിധം സംസാരിക്കണം എന്ന് പരിശുദ്ധാത്മാവെ അങ്ങ് ഏരിയയുടെ മേളിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാവിന്റെ അധികാരം അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ഏരിയയുടെ ജഡത്തിന്റെയും അപ്പ അതേയും ആത്മാവിന്റെയും അപ്പ ബുദ്ധിമണ്ഡലത്തിന്റെ മേളിലും നിയന്ത്രണം എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ സർവ്വജനത്തെയും അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. ക്രൂശിന്റെ മറവിൽ മറയ്ക്കുന്നു. ഏരിയനും മറയുന്നു. സമ്പൂർണ്ണം ആദ്യം തൊട്ട് അന്തം വരെ അങ്ങയുടെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നിസ്തുല നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനം ദാവീദാൽ രചിക്കപ്പെട്ട സങ്കീർത്തനമാണെന്ന് നമുക്ക് ശീർഷകത്തിൽ തന്നെ കാണുവാനായിട്ട് കഴിയുന്നു. और इसके शीर्षक में हम देख सकते हैं कि यह दाऊद द्वारा लिखा गया भजन है. ഈ സങ്കീർത്തനത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വാട്ട് ഗോഡ് റിക്വയർഡ് എന്ന് പറഞ്ഞു, ദൈവം എന്തുവാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞും ശീർഷകത്തിലുണ്ട്. और इसके शीर्षक में हम देखते हैं परमेश्वर हमसे क्या चाहता है. ഈ സങ്കീർത്തനം സ്റ്റാർട്ട് ആവുന്നത് തന്നെ രണ്ട് ചോദ്യങ്ങളുമായിട്ടാണ്. ആദ്യത്തെ വാക്യം ആർക്കെങ്കിലും വായിക്കാം. और दो सवाल से शुरू होता है. पहला वचन पढ़ेंगे. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും? ഇതിന്റെ അകത്ത് രണ്ട് ചോദ്യങ്ങളാണ് ദാവീദ് ഇതിന്റെ അകത്ത് ഉന്നയിക്കുന്നത്. നിന്റെ പർവ്വതത്തിൽ ആർ വസിക്കും, നിന്റെ കൂടാരത്തിൽ ആർ കേറും? और दाऊद जो है दो सवाल के साथ यहाँ पे शुरू करता है. हे परमेश्वर, तेरे तंबू में कौन रहेगा? तेरे पवित्र पर्वत पर कौन बसने पाएगा? ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുവാനായിട്ടുള്ള പശ്ചാത്തലം ദാവീദിന്റെ നമുക്ക് പഴയ നിയമത്തിൽ നമുക്ക് ഇതിന്റെ അകത്ത് രണ്ട് ശമൂവേൽ 6:1 നമുക്ക് കാണുവാനായിട്ട് കഴിയും. और ये सवाल ऐसा क्यों दाऊद पूछ रहा है, उसके विषय में हम दूसरे शमूएल 6 अध्याय पहले वचन में देखते हैं. അതിന്റെ അകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും, ഫിലിസ്തീനോടുള്ള യുദ്ധത്തിൽ ദാവീദ് ജയിച്ച് പെട്ടകവുമായിട്ട് യാത്ര ചെയ്യുന്ന മധ്യത്തിൽ അതിന്റെ അകത്ത് കാള വരണ്ടെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. और फिलिस्तियों के विरुद्ध जब युद्ध करने जाता है, जब संदूक लेकर जा रहे थे, तो वहां पर जो बैल है वो हिलने लगता है. അതിന്റെ കാരണം കൊണ്ട് അത് അവിടെ ആ പെട്ടകം താഴെ വീഴുവാനായിട്ട് തുടങ്ങിയപ്പം തന്നെ ഊസ അതിന്റെ മേളിൽ പിടിച്ച് അതിനെ പിടിക്കുവാനായിട്ട് ഇടയായി. और उसके कारण जो है संदूक गिरने लगता है, तो ऊसा नाम का व्यक्ति उसको संदूक को हाथ लगाता है. അത് പിടിച്ചപ്പം തന്നെ തൽക്ഷണം തന്നെ ദൈവത്തിന്റെ ക്രോധം ഊസയുടെ മേളിൽ ഇറങ്ങി ആ ക്ഷണം തന്നെ ആ വ്യക്തി മരിക്കുവാനായിട്ട് ഇടയായി. और जैसे ही उसने हाथ लगाया, परमेश्वर का क्रोध उस पर आया और तुरंत वो मर गया. അത് കഴിഞ്ഞ് ആ പെട്ടകം അവിടെ തന്നെ ഏതോ ഒബേദെദോമിന്റെ വീട്ടിൽ 3 വർഷക്കാലം വെക്കുവാനായിട്ട് ഇടയായി. और उसके बाद 3 साल तक वो जो संदूक है वो ओबेदेदोम नाम के व्यक्ति के घर पे रखा. നമുക്ക് അതിന്റെ अകത്ത് തന്നെ വായിക്കുവാനായിട്ട് ഇടയാവും. ആ വർഷം അത് അവിടെ വെച്ചിരിക്കുന്ന സമയങ്ങൾ മുഴുവൻ ഒബേദെദോമിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു. और जितने साल वो संदूक उसके घर पे था, उसके घर पूरा घर आशीष पाया है. അത് കഴിഞ്ഞ് വലിയൊരു വെളിപ്പാട് ദാവീദിന് കിട്ടുവാനായിട്ട് ഇടയായി. ദൈവത്തിന്റെ പെട്ടകം, വിശുദ്ധ പെട്ടകം ദൈവത്തിന്റെ കൊണ്ടുപോകേണ്ടത് അതോ 3000 മല്ലന്മാരെയോ അല്ലെങ്കിൽ അതൊരു കാളയുടെ മേളി വെച്ചോണ്ടല്ല ദൈവത്തിന്റെ വിശുദ്ധ പെട്ടകം കൊണ്ടുപോകണ്ടേ എന്ന് ദാവീദിന് മനസ്സിലാകുവാനായിട്ട് ഇടയായി. और दाऊद को यह समझ आया कि 3000 लोगों के ऊपर या किसी बैल के ऊपर लेकर परमेश्वर के संदूक को नहीं जाना. അതുകൊണ്ട് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ലേവ്യ പുരോഹിതന്മാരെ ദാവീദ് അതിനു വേണ്ടി നിയോഗിക്കുവാനായിട്ട് ഇടയായി. तो परमेश्वर द्वारा नियुक्त किए गए जो लेवी गोत्र के लोग हैं, दाऊद ने उनको खड़ा किया. ഇതിന്റെ അകത്ത് ദാവൂദിനെ ഈ ഒന്നാമത്തെ രണ്ടാമത്തെ ചോദ്യം ഉന്നയിക്കുവാനായിട്ടുള്ള ഏറ്റവും വന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദാവീദ് ഈ പെട്ടകവുമായിട്ട് ഒരു ആഗ്രഹത്തോടെ അല്ലെങ്കിൽ ഒരു പ്രത്യാശയോടെ അല്ലെങ്കിൽ ഒരു ആവശ്യബോധത്തോടെയാ പോകുന്നത്. ഈ പെട്ടകം എന്റെ രാജ്യത്തിൽ ഇരിക്കുവാണെങ്കിൽ എന്റെ രാജ്യം അനുഗ്രഹിക്കപ്പെടും എന്നുള്ള ആശയോടെയാണ് അവൻ കൊണ്ടുപോകുന്നത്. और दाऊद इस आशा के साथ वो संदूक लेकर जाता है कि ये जो संदूक है मेरे राज्य में होगा, तो मेरे राज्य के लिए वो एक आशीष का कारण बनेगा. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് ഈ പെട്ടകം കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ഒരാളുടെ ദൈവകോപം ഭവിച്ച ഒരാൾ മരിക്കുവാനായിട്ട് ഇടയായി. और यहाँ पर हम देखते हैं कि जो संदूक ले जाते समय परमेश्वर का क्रोध उतरता है और एक व्यक्ति की मौत होती है. ഇത് ദാവീദ് അറിയുമ്പം ഏറ്റവും കൂടുതൽ വിഷമിച്ചതും ഭാരപ്പെട്ടതുമായ സമയമാണ്. और दाऊद जब ये जाना तो काफी उसको दुख हुआ है. അവൻ വിശുദ്ധ സാധനത്തെ അവൻ ഒരു
ഒരു വെറും ഒരു തുച്ഛമായ സാധനം കൊണ്ടുപോകുന്നത് പോലെയാണ് അവൻ ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുപോയത്. और एक पवित्र वस्तु जो परमेश्वर के संदूक को जो है एक तुच्छ जानने वाले एक वस्तु के समान वो ले गया है. ഈ സങ്കീർത്തന ആദ്യത്തെ 2 വാക്യം തന്നെ നമുക്ക് വേറെ ഒരു സങ്കീർത്തനത്തിൽ കാണുവാനായിട്ട് കഴിയും. സങ്കീർത്തനം 15 ആരെങ്കിലും വായിക്കാമോ? 15ന്റെ സങ്കീർത്തനം 24ന്റെ 3ഉം 4ഉം. और भजन संहिता 24 उसका 3 और 4 पढ़े. 2 വാക്യങ്ങൾ അധ്യായങ്ങളും വേദ പണ്ഡിതാക്കൾ പറയുന്നത് ഇത് രണ്ടും ഒരേ പശ്ചാത്തലത്തിൽ എഴുതിയതാണ്. और ये दोनों वचन जो हमने देखा, ये दोनों जो पंडित लोग कहते हैं कि ये दोनों एक ही समय लिखा गया है. ഇതിന്റെ അകത്ത് 2 കാര്യങ്ങൾ ഇതിന്റെ അകത്ത് പറയുന്നത്, ഒന്ന് കൂടാരം, ഒന്ന് പർവ്വതം. और इसमें 2 बातें लिखी हैं, एक जो है तंबू और एक पर्वत. ഇത് പുതിയ നിയമത്തിൽ നമ്മൾ വരുവാണെങ്കിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 12ന്റെ 22 അത് പുതിയ നിയമത്തിന്റെ പ്രകാരമായിട്ട് അവിടെ എഴുതുവാനായിട്ട് ഇടയായി. और नए नियम के तरह से हम देखें तो इब्रानियों 12 के 22 में हम वो पढ़ते हैं. ഇവിടെ 2 കാര്യങ്ങളാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. और यहाँ भी 2 बातें हम देख सकते हैं. സിയോനും, एक जो है एक सियोन है, സ്വർഗീയ സിയോനും പിന്നെ പുതിയ യെരൂശലേമും. और स्वर्गीय सियोन और एक नया यरूशलेम. ഇവിടെ രണ്ടിടത്തും നമ്മൾ പുതിയ നിയമത്തിൽ ഇത് സ്വർഗരാജ്യത്തെ ദർശിപ്പിക്കുവാണ്. और ये दोनों बातें जो है स्वर्ग, परमेश्वर के स्वर्ग के राज्य को दर्शाता है. ഇതേപോലെ നമ്മൾ ഈ ഒരു പർവ്വതത്തിൽ ഇല്ലെങ്കിൽ മന്ദിരത്തിൽ നമ്മൾ കയറുവാനായിട്ട് നമുക്കിൻ്റെ അകത്ത് ഈ ശീർഷകത്തിൽ തന്നെ കാണുന്നു ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. और इस पर्वत पर जाने के लिए परमेश्वर क्या क्या चाहता है हमने यहाँ पर देखा. What God requires. और परमेश्वर यहाँ पर क्या चाहता है. 11 വിധ കാര്യങ്ങൾ ഈ 4 അധ്യായത്തിൽ വാക്യത്തിൽ തന്നെ താഴെ കാണുന്നുണ്ട്. और 11 तरह के चीजें जो है यही 4 वचनों में हम देख सकते हैं. അതിന്റെ താഴോട്ട് നമുക്ക് വായിക്കാം 2ാം വാക്യം. और दूसरा वचन हम पढ़ेंगे. ഇതിന്റെ അകത്ത് ആദ്യം പറയുന്നത് നിഷ്കളങ്കനായി നടപ്പിൻ. और पहला कहता है जो खराई से चलता. നിഷ്കളങ്കനായി നടന്ന വ്യക്തികളുടെ പറ്റി നമുക്കറിയാം. और जो लोग खराई से चले हैं उनके बारे में हम जानते हैं. ദൈവം തന്നെ സാക്ഷ്യം പറഞ്ഞ 2 വ്യക്തികളുണ്ട്. നിഷ്കളങ്കനും നീതിമാനുമായിരിക്കുന്ന 2 വ്യക്തികളുടെ സാക്ഷ്യം ദൈവം പറഞ്ഞിട്ടുണ്ട്. ഒന്നാണ് യോബ്. അത് ദൈവം പിശാചിനോട് തന്നെ പറഞ്ഞതാണ്, എന്റെ നീതിമാനായ ദാസൻ നിഷ്കളങ്കതയിൽ നടക്കുന്ന ദാസൻ എന്ന് നീതിമാനെയും അബ്രഹാമിനെയും കുറിച്ച് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തിയതാണ്. और 2 व्यक्तियों के विषय में परमेश्वर खुद गवाही देता है कि ये खराई और धर्मी व्यक्ति हैं. एक अय्यूब है और एक अब्राहम है. നിഷ്കളങ്കനായി നടക്കണം. और खराई से चलना है. നിഷ്കളങ്കനായി നടക്കണം. നീതിപാതയിൽ കൂടെ സഞ്ചരിക്കണം. और धर्म के मार्ग में चलना है. 3ാമത്തെ വാക്യത്തിന്റെ അകത്ത് എഴുതിയിട്ടുണ്ട് സത്യം സംസാരിക്കണം. और सच्चाई को बोलना है. 4ാമത്തേത് നാവ് കൊണ്ട് കള്ളം പറയാത്തവര്. और जीभ से कोई झूठ ना बोलने वाला. 5ാമത്തേത് കൂട്ടുകാരന്റെ വിരോധം ദോഷം വിചാരിക്കാത്തവര്. और अपने पड़ोसी की निंदा जो नहीं करता. കൂട്ടുകാരന്റെ അപമാനം പറയാത്തവര്. और पड़ोसी की जो बुराई नहीं करता. ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ സ്വർഗ സിയോനിലോട്ട് അവകാശമുണ്ട്. और सिर्फ ऐसे ही लोग जो है स्वर्गीय सियोन में जा सकते हैं. ഇതിന്റെ അടുത്ത 4ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. और 4थे वचन में ऐसा लिखा है. ആരെങ്കിലും 4ാമത്തെ വാക്യം വായിക്കാമോ? വഷളനെ നിന്ദ്യനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും മാറാത്തവൻ, തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന്റെ വിരോധമായി കൈക്കൂലി വാങ്ങാത്തവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. ആമേൻ. ഇതിന്റെ അകത്ത് നമുക്ക് ഒരു കാര്യം കാണുവാനായിട്ട് കഴിയും. വഷളനെ നിന്ദ്യനായിട്ട് എണ്ണുക. और यहाँ पे जो है जिसकी दृष्टि में निकम्मा मनुष्य तुच्छ है ऐसा लिखा है. ഇതിന്റെ അകത്ത് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് എപ്പോഴും ചിന്തിക്കാനായിട്ട് കഴിയും. വചനം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ വിരോധിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കുവാനാണ്. और वचन हमें कहता है जो हमारे विरोध काम करता है उनसे हमें प्रेम करना. അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളെ നമ്മൾ സ്നേഹിക്കുവാനാണ്. और अपने शत्रुओं से प्रेम रखना है. പക്ഷെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വഷളനെ നിന്ദ്യനായി എണ്ണണം എന്നാണ്. और निकम्मे मनुष्य को तुच्छ जानना ऐसा लिखा है. ഇതിന്റെ അർത്ഥം ഇപ്രകാരമാണ്, നമ്മൾ അവരെ സ്നേഹിക്കണം, പക്ഷെ വഷളന്റെ കയ്യിലിരിക്കുന്ന പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വരുവാനായിട്ട് പാടില്ല. और हमें उनसे प्रेम रखना है, लेकिन जो काम वो करते हैं वो हमारे जीवन में नहीं आना चाहिए. ആണെങ്കിലും ഒത്തിരി പാപികളുടെ കൂട്ടത്തിൽ നടന്നു. और यीशु मसीह कई पापियों के बीच से चला है.
നമ്മളും അതേപോലെ ഈ പാപത്തിലായിരിക്കുന്ന ലോകത്തിൽ നമ്മൾ പാപത്തിൽ കൂടെ നടക്കും. और हम भी इस पाप भरे दुनिया में हम उसके बीच से चलते हैं. ക്ഷമിക്കണം, പാപികളുടെ കൂട്ടത്തിൽ നമ്മളും സഞ്ചരിക്കുന്നതാണ്. और पापियों के बीच से हम चलते हैं. പക്ഷെ പാപം നമ്മളിൽ ഏശാതെ വണ്ണം നമ്മൾ സൂക്ഷിക്കണം. लेकिन पाप हमारे अंदर ना आए, इससे हमें संभल के रहना है. അതാണ് ഈ വാക്യം കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. और यही इस वचन में दिखाया है. അടുത്ത വാക്യം എന്റെ അടുത്തയിൽ എഴുതിയിട്ടുണ്ട്, യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കണം. और ये परमेश्वर के भक्तों को आदर करना है. നമ്മളും പാരമ്പര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ, എന്റെ ജനറേഷന്റെ മുമ്പത്തെ ജനറേഷൻ, എന്റെ പപ്പയും മമ്മിയും ഒക്കെ അവര് നമ്മൾ കാണുമ്പോൾ അവരുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ അവരുടെ കാരണവരെ ഒക്കെ അവർ ബഹുമാനിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. और हम देखते हैं हमारे माता पिता जो है उनसे बड़े बुजुर्ग जो है उनका काफी आदर करते हैं. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, അവരുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന കണ്ടിട്ടാണ് ഞാൻ എന്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നത്. और जिस तरह वे अपने माता पिताओं से प्रेम रखते हैं, वही देखकर मैं भी अपने माता पिताओं से प्रेम रखता हूं. അവര് ചർച്ചയിൽ വരുന്ന പുരോഹിതനെ ഇല്ലെങ്കിൽ ചർച്ചിത്തെ ദേവദാസനെ അവരെങ്ങനെ ശുശ്രൂഷിക്കുന്നോ അതുപോലെയാണ് നമ്മളും ദൈവസന്നിധിയിൽ അവരെ അതുപോലെ കാണുന്നത്. और जिस तरह वो परमेश्वर के दास की सेवा करते हैं, वैसे ही हम भी देखकर उस तरह करते हैं. അവർ ഈ യൗവനത്തിൽ അവരുടെ ചർച്ചിത്തെ മൂപ്പന്മാരെ അവരെങ്ങനെ ബഹുമാനിക്കുന്നോ അതേപോലെയാണ് നമ്മൾ അവരുമായിട്ട് ഇടപഴകുകയും അതുപോലെയാണ് നമ്മൾ സഭയിൽ ആത്മീയമായിട്ടും ഭൗതികമായിട്ടും നമ്മൾ കൊടുക്കുവാനും പ്രവർത്തിക്കുവാനായിട്ട് ഇടയാവുന്നത്. जिस तरह वो कलीसिया में अपने बुजुर्गों का आदर करते हैं और कार्य करते हैं, वैसे ही वही देखकर हम भी करते हैं. അതിന്റെ ഉദാഹരണമായിട്ട് അബ്രഹാമിനെ നമുക്ക് പഴയ നിയമത്തിൽ കാണുവാനായിട്ട് കഴിയും. और पुराने नियम में अब्राहम को हम देख सकते हैं. അതിന്റെ അകത്ത് 3 പേര് അവിടെ അബ്രഹാമിനെ എതിരേൽപ്പാനായിട്ട് വരുന്നു. और 3 लोग अब्राहम के पास आते हैं. പക്ഷെ അബ്രഹാം കരുതുന്നത് ഇതൊരു വഴിപോക്കരാണെന്ന് അബ്രഹാം കരുതുന്നത്. और अब्राहम सोचता है कि ये जहां से गुजरने वाले कोई लोग हैं. അവരെ അബ്രഹാം നിർത്തിയിട്ട് അവരുടെ കുമ്പിട്ടിട്ട് അവരുടെ കാൽ കഴുകി അവർക്ക് 3 അപ്പവും പിന്നെ തടിപ്പിച്ച കാളയുടെ ഇറച്ചിയും അവർക്ക് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. और उनको भी अंदर बिठाकर उनके सामने दंडवत करके पैर धोकर उनके लिए भोजन वो तैयार करता है. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് വെറും ഒരു തുച്ഛമായിട്ട് അബ്രഹാം ഇത്രയും ധനികനാകുകയും അവന്റെ കയ്യിൽ ഇത്ര ആടുമാടും പിന്നെ ഇത്രയും വേലക്കാരുള്ള സ്ഥിതിക്ക് അവന് വേലക്കാരെ വിട്ടാൽ മതിയായിരുന്നു. അവരെ വിളിച്ചോണ്ട് വാ, ഇവിടെ നമുക്ക് കഴിക്കാൻ കൊടുക്കാം. ഇത് ചെയ്യാനായിട്ട് അബ്രഹാമിന് അവന്റെ വേലക്കാരോട് പറഞ്ഞാൽ മതിയായിരുന്നു. और अब्राहम चाहता तो अपने दासों को कह सकता था कि जाकर उनके लिए कुछ तैयार करके लेकर आओ. പക്ഷെ അബ്രഹാം തന്നെ ചെന്ന് അവരെ ആദരിക്കുവാനായിട്ട് ഇടയായി. लेकिन अब्राहम खुद जाकर उनको आदर करता है. പ്രിയമുള്ള ദൈവമക്കളെ, അല്ലെങ്കിൽ എന്റെ സമപ്രായമുള്ള ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ മാതാപിതാക്കള് ദൈവമക്കളെ ആദരിച്ചുകൊണ്ടാണ് ദൈവം നമ്മളെ ആദരിക്കുന്നത്. और जिस तरह हम माता पिताओं का आदर करते हैं, परमेश्वर भी अब उसी तरह हमारा आदर करता है. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇവിടെ ഈ ബോംബെയുടെ പ്രദേശത്ത് വന്ന സമയം തൊട്ട് ഒരു കാര്യത്തിനും എനിക്ക് അലയേണ്ട വന്നിട്ടില്ല. और जिस समय से मैं मुंबई में आया हूँ, किसी बात के लिए मुझे यहाँ वहाँ दौड़ना नहीं पड़ा है. അഥവാ അലയേണ്ട വന്നാലും അത് എന്റെ കയ്യിരിപ്പ് നിമിത്തമാണ്. और अगर करना भी पड़ा वो मेरे कारण से होगा. പക്ഷെ ദൈവം എന്നെ ഇത്ര നാളായിട്ടും എന്റെ ആവശ്യത്തിന് വേണ്ടി എന്നെ ഒരു അല്ലലും അറിഞ്ഞിട്ടില്ല. और लेकिन परमेश्वर कोई भी ऐसी बातों के लिए मुझे यहाँ वहाँ भागने का नौबत नहीं लाया. അതിന്റെ കാരണം ഞാൻ വിശ്വസിക്കുന്നത് എന്റെ മാതാപിതാക്കള് അവരുടെ മക്കൾക്ക് കാണിച്ചു കൊടുത്ത മാതൃകയിൽ എന്റെ മാതാപിതാക്കള് അവരുടെ അപ്പന്റെ അമ്മയുടെ മാതൃകയിൽ നടന്നുകൊണ്ടാണ് എനിക്ക് ഈ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടുവാനായിട്ട് ഇടയായത്. मेरे माता पिता और उनके माता पिता जो जिस आदर्श जीवन में जिए हैं, उसी के कारण मुझे भी ये इस चाल चलन में चलना पड़ा. അതിന്റെ അടുത്ത വാക്യത്തിൽ സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും മാറാത്തവൻ. और जो निर्दोष की हानि करने के लिए भी घूस नहीं लेता. ഇതിന്റെ അകത്ത് നമുക്ക് കാണുവാനായിട്ട് വരും ഇഫ്താഹിന്റെ പറ്റി. इफ्ता के बारे में हम देखते हैं. ഇഫ്താഹ് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പാകെ തന്നെ ദൈവത്തോട് ഒരു വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. और इफ्ता युद्ध में जाने से पहले परमेश्वर से एक वायदा करता है. ഇപ്രകാരമാണ്, ഞാൻ യുദ്ധം കഴിഞ്ഞ് ജയിച്ചു വരുമ്പം എന്റെ മുമ്പിൽ ആര് പ്രത്യക്ഷപ്പെടുന്നോ അതിനെ ഞാൻ അങ്ങേക്ക് യാഗം അർപ്പിക്കും. और इस तरह उसने वायदा किया कि मैं युद्ध जीत के आने के बाद जो चीज मुझे पहले दिखेगा उसको मैं बलिदान चढ़ाऊं. നിരാശകരമായി നമ്മൾക്ക് ചിന്തയിൽ നമുക്ക് തോന്നാം, പക്ഷെ അവിടെ അവനെ അഭിമുഖീകരിച്ചത് അവന്റെ ഒരേ ഒരു മോളാണ് അവനെ എതിരേക്കുവാനായിട്ട് സന്തോഷത്തോടെ വന്നത്. लेकिन वहां पर हम देख सकते हैं कि वो जीत कर आने के बाद सबसे पहला चीज उसकी बेटी खुद उसके सामने आ जाती. മോള് സന്തോഷത്തോടെ പിതാവിന്റെ ജയം കൊണ്ടാടുവാനായിട്ട് പിതാവിനെ വിശുദ്ധ ചുംബനം ഇല്ലെങ്കിൽ ആലിംഗനം ചെയ്യുവാനായിട്ട് നേരെ കടന്നു വരുകയും, और बेटी जो है पिता के जीत के बाद में उसके गले लगने के लिए उसके पास में आती है. പക്ഷെ ഇവിടെ പിതാവ് മോളെക്കാളും പ്രാധാന്യം ദൈവത്തിന്റെ നാമത്തിന് കൊടുത്തോണ്ട് ഇല്ലെങ്കിൽ ദൈവത്തിന് കൊടുത്ത വാഗ്ദത്തത്തിന് അവൻ പ്രാധാന്യം
കൊടുത്തുകൊണ്ട് അവന് ഇപ്രകാരം അവിടെ പറയുന്നുണ്ട്. और पिता जो है अपनी बेटी से ज्यादा परमेश्वर को महत्व दिया, इसलिए वो वहां पर ऐसे बात कहता है, ഞാൻ ദൈവത്തോട് और मैंने परमेश्वर से कह दिया है, അത് ഞാൻ തിരിച്ചെടുക്കുവാനായിട്ട് ഇനിയും സാധിക്കുകയില്ല, और वो मैं वापस नहीं ले सकता പറഞ്ഞു പോയി. हूं। അതേപോലെ പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനം, और हम जो निर्णय परमेश्वर के सामने लेते हैं, നമ്മളിപ്പോ ഒരു ദിവസം ഒരു ഉപവാസം എടുക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ, और एक दिन हमने अगर निर्णय लिया പിശാചിന്റെ ഉദ്ദേശം ആ ഉപവാസത്തെ कि हमें उपवास लेना है, അലക്ഷ്യമാക്കിയിട്ട് നമ്മളെ അതിൽ നിന്ന് വ്യഭിചലിപ്പിച്ച് നമ്മളെ പാപം ചെയ്യിപ്പിക്കാൻ, ഇല്ലെങ്കിൽ വല്ല വിധേനെ നമ്മൾ ഉപവാസം എടുക്കുന്നത് തടഞ്ഞ് നമ്മളെ വേറെ ഏതെങ്കിലും വിധേനെ കൊണ്ടുപോകാനായിരിക്കും. और शैतान का योजना ऐसा होता है किसी भी तरह से हमें उस उपवास से हटाकर कहीं से दूसरी मार्ग में ले जाए। എന്റെ ജീവിതത്തിന്റെ ചരിത ഞാൻ എന്റെ കൊച്ചിലെ തൊട്ടുള്ള ജീവിതത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഡൽഹി നാട്ടിൽ പോകുമ്പം ഉപവാസ പ്രാർത്ഥന, ഞാൻ നാട്ടിൽ കൂടുതലിൽ പോകുമ്പം ഉപവാസ പ്രാർത്ഥന അവിടെ നടക്കും. और मेरे बचपन के समय अगर कहूँ तो जब गांव जाता हूँ तो वहां पर उपवास प्रार्थना चलता है, പോകുന്ന 40 ദിവസത്തെ വെക്കേഷനാ, और 40 दिन के लिए मैं वहां पर जाता हूँ, അതിന്റെ അകത്ത് 10 ദിവസം പപ്പായുടെ വീട്ടിൽ ചെന്ന് നിൽക്കും, और 10 दिन जो है पापा के घर पे रहता हूँ, 5 ദിവസം 10 ദിവസം പിന്നെ മമ്മിയുടെ വീട്ടിൽ ചെന്ന് നിൽക്കും. और फिर 10 दिन मम्मी के यहाँ रहता हूँ। ഈ പപ്പായുടെ വീട്ടിൽ നിൽക്കുന്ന സമയം മുഴുവൻ ഉപവാസ പ്രാർത്ഥനയായിരിക്കും ചെല്ലുന്ന ആദ്യത്തെ ആഴ്ച മുഴുവൻ. और पापा के घर पे जब रहते हैं तो पूरा पहला हफ्ता उपवास प्रार्थना रहता है। പപ്പായുടെ പെങ്ങളുടെ കുടുംബത്തിന്റെ കൂട്ടത്തിൽ ഞാനും രാത്രി ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകും. और पापा के बहन के घर पे जो है मैं भी उपवास प्रार्थना में जाता था। ഞാൻ കണ്ണ് തുറന്നിരിക്കുകയും മുമ്പിലിരിക്കുന്ന ആൾക്കാരെല്ലാം ആത്മാവിലാകുകയും, और जैसे मैं आँख खोल के बैठा हूँ, सब सामने के सारे लोग आत्मा में भर कर आराधना करते हैं। അത് കഴിഞ്ഞ് ഞാൻ പിന്നെ നമ്മൾ വളർന്നു വന്ന് നമുക്കൊരു കാര്യം എനിക്ക് മനസ്സിലാകുവാനായിട്ട് ഇടയായി, ഇവരുടെ ഈ ഉപവാസം കാത്തിരിപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. और इनका जो उपवास जो है परमेश्वर के लिए बाट जोने के समान है। ഈ കാത്തിരിപ്പ് അവര് ദൈവസന്നിധിയിൽ പ്രാപിപ്പാൻ വേണ്ടി ആഗ്രഹത്തോടെ ഇരിക്കുമ്പോൾ, ഒരുമിച്ചിരിക്കുമ്പോൾ, और जब मिलकर जब वे एक साथ जो है परमेश्वर के लिए बाट जोते हैं, നമുക്കറിയാം ഇപ്പം ഈ കല്യാണത്തിന് വേണ്ടി പാസ്റ്റർമാർ പ്രസംഗിക്കുന്നതാണ് മുപ്പരിച്ചരട്. और विवाह के समय पास्टर लोग प्रचार करते तीन तागे की डोरी के बारे में। അതിന്റെ അകത്ത് മുപ്പരിച്ചരട് ഒന്നാണെങ്കിൽ പെട്ടെന്ന് ആർക്ക് വേണമെങ്കിലും പൊട്ടിക്കാൻ പറ്റും. और अगर वो एक तागे की डोरी है तो जल्दी टूट जाता है। അതോ അത് നല്ലതുപോലെ നമ്മൾ കെട്ടി മുപ്പരിച്ചരട് പോലെ തന്നെ നമ്മൾ അത് കെട്ടി നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നമ്മൾ എത്ര വലിച്ചാലും അത് പൊട്ടാൻ ഇച്ചിരി പ്രയാസമാ. लेकिन जब उसे 3 तागे की डोरी बनाते हैं तो कभी उसको तोड़ नहीं सकते। അതേപോലെ പ്രിയ ദൈവമക്കളെ, ഒരാള് മാത്രം ഉപവാസം ഒരു വിഷയത്തിന് വേണ്ടി അഥവാ ഒരു വിഷയത്തിന് വേണ്ടി ഇരുന്നു കഴിഞ്ഞാൽ, और सिर्फ एक जन अगर एक विषय के लिए उपवास लेता है, വണ്ണ പ്രാർത്ഥിക്കുവാണെങ്കിൽ, अगर प्रार्थना करता है, പിശാചിന് വളരെ എളുപ്പമാണ് അവനെ തെറ്റിക്കുവാനായിട്ട്. और शैतान को बड़ा आसान है उसको गलत मार्ग में ले जाना। ദൈവസന്നിധിയിൽ ദൈവം ഉണ്ടാക്കിയ ആദാമിനെ ഹവ്വയും ഒറ്റൊരു വാക്കുകൊണ്ടാണ് പിശാച് തെറ്റിച്ചത്. और परमेश्वर के सामने रहे हुए आदम और हव्वा को सिर्फ एक बात से शैतान ने गुमराह किया है। പിശാച് ഇത്രേ ചോദിച്ചുള്ളൂ, ഇത് കഴിക്കുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞു, പക്ഷെ നിങ്ങൾ മരിക്കയില്ലെന്ന് ഞാൻ പറയുന്നു. और शैतान ने सिर्फ इतना कहा कि ये जब तुम ये फल खाओगे तब तुम मरोगे नहीं, ऐसा मैं कहता हूँ। പക്ഷെ ഇവിടെ ഭൗതികമായിട്ട് ചിന്തിക്കുവാണെങ്കിൽ മനുഷ്യൻ മരിച്ചോ? लेकिन अगर हम देखें तो क्या वो मनुष्य मरा उस समय? അന്നപ്പം സത്യം ആരാ പറയുന്നത്? പിശാചാണോ പറയുന്നത്? അന്നപ്പം ദൈവമാണോ തെറ്റ് പറഞ്ഞത്? तो सच किसने कहा, शैतान ने कहा या परमेश्वर ने कहा? പ്രിയമുള്ള ദൈവമക്കളെ, ഇതുപോലെ ചെറിയ സത്യങ്ങള് പക്ഷെ അതിന്റെ മറവിൽ വലിയൊരു അനർത്ഥത്തിൽ നമ്മളെ കൊണ്ടുവന്ന് നമ്മളെ പിശാച് മറയ്ക്കുവാനായിട്ട് ഇടയാകും. और ऐसी बातें कहकर जो है काफी एक अनर्थ के मार्ग में शैतान അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ നിത്യതയാണ്. और उसके कारण हमारा अनंत जीवन हम खो बैठे। ഒറ്റൊരു വാക്ക് നമ്മൾ ശ്രദ്ധിച്ചതേ ഉള്ളൂ മനുഷ്യൻ. सिर्फ मनुष्य ने एक बात को सुना है, അത് കഴിക്കുന്ന നാളിൽ നിങ്ങൾ മരിക്കയില്ലെന്ന് ആരാ ഉറപ്പ് പറഞ്ഞ? സർപ്പം ഉറപ്പ് പറഞ്ഞു. और शैतान ने कहा कि जब तुम ये खाओगे तो मरोगे नहीं। ആ ഉറപ്പിന്റെ മേളിൽ വിശ്വസിച്ചുകൊണ്ടാണ് ദൈവത്തിനെ, സ്വന്തം സൃഷ്ടിതാവിനെ പോലും മറന്ന് മനുഷ്യൻ പിശാചിന്റെ പുറകെ പോവാനായിട്ട് ഇടയായത്. शैतान की उस बात को सुनकर जो है सृष्टिकर्ता परमेश्वर को भी ठुकरा के मनुष्य चला गया। അതേപോലെ തന്നെയാണ് ഞാൻ പറയുന്നത്, സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും മാറാത്തവൻ. നമ്മൾ ഒരു സത്യം ഇല്ലെങ്കിൽ നമ്മൾ ഒരു തീരുമാനം ദൈവസന്നിധിയിൽ എടുത്താൽ അതിന് പ്രതികൂലം വരും നിശ്ചയം.
और सच्चाई में अगर हम चलते तो उसके विरोध में काम जरूर होता है। അഥവാ അതിന്റെ വിരോധം ഒരു കാര്യം വന്നില്ലെങ്കിൽ അന്നപ്പോ തീരുമാനിച്ചോണം ഇത് ദൈവഹിതം ഇല്ലാത്ത വഴി കൂടെ നമ്മൾ പോകുന്നത്. अगर कुछ विरोध में आया नहीं तो समझ जाना है परमेश्वर के खिलाफ काम कर। അതോ നമ്മൾ പോകുന്ന വഴി ദൈവഹിതമാണ് അതോ ദൈവത്താൽ നമ്മളോട് അറിയിക്കപ്പെട്ട വഴിയാണെങ്കിൽ അത് ഇവിടെ പിശാച് പോരിടാനായിട്ട് വരും. और अगर हम सही मार्ग में परमेश्वर के मार्ग में चल रहे तो शैतान जरूर उसमें रुकावट डालने के लिए आता है। പറയാനായിട്ട് ആഗ്രഹിച്ചത് ഒരിക്കലും നമ്മൾ എത്ര നമുക്ക് നഷ്ടം വന്നാലും ദൈവം പറയുന്ന വഴി കൂടെ മാത്രമേ നമുക്ക് പോവാനായിട്ട് ഇടയാകാവൂ. और कितना भी हमें घाटा हो लेकिन जो मार्ग परमेश्वर दिखाता है उसी मार्ग में हमें चलना है। അതിന്റെ അടുത്ത വാക്യം വായിക്കാനായിട്ട് ഇടയാട്ടെ. उसका अगला वचन पढ़े। തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാത്തവൻ और जो अपना रुपया ब्याज पर नहीं देता, കുറ്റമില്ലാത്തവന്റെ വിരോധമായി കൈക്കൂലി വാങ്ങാതെ ഇരിക്കുന്നവനും. ഇതിന്റെ ഞാൻ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് ഹിതമില്ലാത്ത ഒരു വസ്തുവും നമ്മുടെ കൈകളിൽ പാടില്ല. और सरल रीति से मैं कहता हूँ परमेश्वर के खिलाफ जो परमेश्वर की इच्छा के बगैर कोई चीज हमारे घर में नहीं होनी चाहिए। ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ ചെന്നപ്പം എന്റെ വലിയ പപ്പയോട് എന്റെ അമ്മച്ചി കൊച്ചിലെ പറഞ്ഞു കൊടുത്ത ഒരു കാര്യം കേൾക്കുവാനായിട്ട് ഇടയായി. और मेरे दादाजी के घर पे जब मैं गांव में गया हूँ तो उन्होंने एक बात इस तरह कही है। ഇപ്രകാരമായിരുന്നു എന്റെ വീടിന്റെ തൊട്ട അയലോകത്തെ ഒരു വീട്. और मेरे घर के बगल में का एक घर है, അവരും വിശ്വാസികളാ, वो लोग भी विश्वासी हैं। പക്ഷെ ആ അമ്മച്ചി എന്തോ ചെയ്തു, ഈ ടെമ്പിളില് ഉത്സവം ആചരിക്കുന്നവർ വരും, കമ്മിറ്റിക്കാര്. और वहाँ पे जो माजी है वहाँ पे पास में मंदिर में उत्सव करने वाले लोग आते हैं, അവര് പിരിക്കാനായിട്ട് വരും. वो लोग पैसा लेने के लिए आते हैं। അവര് പിരിക്കാനായിട്ട് വന്നു കഴിഞ്ഞിട്ട് ചോദിക്കുമ്പം കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ബന്ധക്കോസ്കാരാ, ഇവരങ്ങനെയാന്ന് ചിന്തിച്ചിട്ട് നമ്മളെ ആക്ഷേപിക്കുമല്ലോ എന്ന് ഓർത്ത് ഈ പുള്ളിക്കാരി എന്തോ ചെയ്തു, അന്നപ്പത്തെ ഇച്ചിരി പൈസ എടുത്ത് കൊടുത്തു ആ കമ്മിറ്റിക്കാർക്ക്. और अगर पैसा नहीं देंगे तो वे लोग कहेंगे ये लोग पेंटेकोस्ट के लोग हैं, ये सोचकर उन्होंने पैसा दे दिया। വലച്ചാതി എങ്ങനെയും പോട്ടെന്ന് പറഞ്ഞ അമ്മച്ചി ആ പൈസ എടുത്ത് കൊടുത്തത്. और कैसे भी वे लोग चले जाए बोलकर पैसा लेकर दे दिया। പക്ഷെ പിന്നെ ഇതിൽ ആ കുടുംബത്തിന്റെ ഒരു കെട്ട് വീഴുവാനായിട്ട് ഇടയായി. और फिर उस परिवार में ऐसा एक बंधन आ गया। കുറെ കാര്യങ്ങൾ അവരുടെ കുടുംബത്തിൽ നടക്കുവാനായിട്ട് പാടില്ലാത്തത് നടന്നു. और कई गलत बातें उस परिवार में होने लगी। പിന്നെ കുറെ കാര്യങ്ങൾ അവർ ആഗ്രഹിച്ചിട്ട് അത് മുടക്കായിട്ട് കുറെ കിടന്നു. और कई चीजें जो वे चाहते थे वो सब रुकावट आने लगी। സഭയിൽ 40 ദിവസം ഉപവാസ പ്രാർത്ഥന വേറൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. और कलीसिया में 40 दिन एक विषय के लिए प्रार्थना चालू था। ഇവരുടെ വീട്ടിൽ കാല് വെക്കുന്നതിന് മുമ്പ് ഗസ്റ്റ് പാസ്റ്റർ വന്നിരിക്കുന്ന ഉപദേശി പറഞ്ഞു ഇപ്രകാരം കി നിന്റെ പൈസ ഇന്ന അമ്പലത്തിൽ അവിടെ കിടപ്പുണ്ട്, അത് നിനക്ക് വേണ്ടി പിശാച് നടുവിൽ നിന്ന് നിന്നെ ബാധിക്കുന്നു करके। और वहां पे जो गेस्ट पास्टर आए थे उन्होंने उसके घर पे घुसने से पहले ही कह दिया कि तेरा जो पैसा है उस मंदिर में पड़ा हुआ है वो तेरे लिए एक रुकावट बना है। അത് പിശാച് നമ്മുടെ സമ്പത്തിയാണെങ്കിലും നമ്മൾ അത് പിശാചിന്റെ മുമ്പാകെ നമ്മൾ 1 രൂപ ഇല്ലെങ്കിൽ നമ്മളൊരു വിഗ്രഹത്തിന്റെ മുമ്പിൽ വെച്ചാലും അത് പിശാച് അതിനു വേണ്ടി എണ്ണം ദൈവസന്നിധി നമ്മളോട് ചോദിക്കും। और कोई भी पैसा हम शैतान के सामने रखे तो परमेश्वर उसका हिसाब लेता है। परमेश्वर भी लेता है, शैतान भी परमेश्वर के सामने जाके पॉइंट आउट करता है। അതേപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ ഓരോന്നോരോന്ന് കാര്യങ്ങൾ ദൈവസന്നിധിയിൽ നമ്മൾ ചെയ്യുന്നത് ഇല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പാകെ കൊടുക്കുന്നതായിട്ട് വാങ്ങുന്നതായിട്ട് അത് ദൈവത്തിന് ഹിതമില്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ കൂടെ പാടില്ല। और जो भी बात हम दूसरों को देते हैं वो सब परमेश्वर की इच्छा के बगैर कोई बात नहीं होनी चाहिए। അതിന്റെ അവസാനത്തെ ലാസ്റ്റ് ലൈൻ വായിക്കാം। और आखिरी वचन पढ़ेंगे। ഇങ്ങനെ ചെയ്യുന്നവർ ഒരു നാളും കുലുങ്ങി പോകുകയില്ല. ഞാൻ പറഞ്ഞ ഈ 11 പ്രകാര കാര്യങ്ങളാണ് ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വാട്ട് ഗോഡ് റിക്വയർഡ്, ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഈ 11 പ്രകാരം ഈ വാക്യങ്ങളുടെ ആധാരത്തിൽ തന്നെയാണ് ഞാൻ പറയാനായിട്ട് ഇടയായത്। और जो 11 बातें मैंने कही जो परमेश्वर की इच्छा रखता है, पर जो परमेश्वर चाहता है वो बातें हैं। ഈ പ്രകാരം നമ്മൾ ജീവിക്കുവാണെങ്കിൽ ഒരു നാളും നമ്മൾ കുലുങ്ങി പോകുവാനായിട്ട് ഇടയാവത്തില്ല। और उस तरह से अगर हम चलते हैं तो कभी भी हम हिलेंगे नहीं, डगमगाएंगे नहीं। ഈ വചനത്താൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ। और इन वचनों से परमेश्वर आशीष करे। എനിക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്ത ഭയ്യയ്ക്ക് ഞാൻ താങ്ക്സ്.